ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗീവരിച്ചു. ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ ഒരു കാരണം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിട്ട ആ വീഡിയോകളെ കുറിച്ച് ചില ആളുകൾ യൂറിസിച്ചിന് മധ്യസ്ഥ പ്രാർത്ഥനയോട് എതിരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വോയിസ് ഇട്ടതായിട്ട് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആവേശത്തോടെ അല്ലാതെ വിവേകബുദ്ധിയോടെ ആ വീഡിയോകൾ കേട്ടു നോക്കിയാൽ മനസ്സിലാവും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കല്ല ഞാനെതിരുന്നത്, മറിച്ച് വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് കുർബാനയുടെ മഹത്വം കളയുന്ന വിധത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയെ തിരികെ കയറ്റിയതിന് എതിരാണ് ഞാൻ നിന്നത്. അതുപോലെ തന്നെ വിശുദ്ധന്മാരായിക്കോട്ടെ, ശുദ്ധിമതികളായിക്കോട്ടെ, മാതാവായിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ കർത്താവായ യേശുമിശിഹായേക്കാളോ പിതാവിനേക്കാളോ പരിശുദ്ധ റൂഹായേക്കാളോ വലുതല്ല എന്ന കാര്യത്തിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം പല ആളുകളുടെ പ്രാർത്ഥന മധ്യസ്ഥത കഴിഞ്ഞ് വിട്ടിട്ട് പ്രാർത്ഥനയിലേക്ക് വിശുദ്ധന്മാരെ കൊണ്ടുവരുന്ന ഒരവസ്ഥ വന്നു. വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുക, മാതാവിനോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മാതാവിനോടും വിശുദ്ധന്മാരോട് മാത്രം പ്രാർത്ഥിക്കുക. അവിടെ കർത്താവിൻ്റെ ഒരു കാര്യം പോലും കർത്താവിനോട് പറയാണ്ടിരിക്കുക, അല്ലെങ്കിൽ കർത്താവിനോടുള്ള പ്രാർത്ഥന വിട്ട്, കർത്താവിനോടുള്ള ആരാധന വിട്ട് ഇവരിലേക്ക് മാത്രം ചെല്ലുന്ന ഒരവസ്ഥ, അതിനെയാണ് ഞാൻ വിമർശിച്ചത്. നമ്മളുടെ സഭയുടെ വിശ്വാസമനുസരിച്ച് വാങ്ങിപ്പോയവരും ജഡപ്രകാരം ജീവിച്ചിരിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവരും ചേരുന്നതാണ് സഭ. വാങ്ങിപ്പോയവരാരും മൗനതയിലോ ഒന്നും അറിയാത്ത അവസ്ഥയിലോ ആണ് എന്ന് സഭ വിശ്വസിക്കുന്നുമില്ല, അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല, ബൈബിൾ അങ്ങനെ പറയുന്നുമില്ല. വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹാ പറഞ്ഞ്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കയില്ല, അവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ ജഡപ്രകാരം നമ്മുടെ കർത്താവായ യേശുമിശിഹായെ അംഗീകരിച്ച് ജീവിച്ചിട്ടുള്ള ആരും ജഡപ്രകാരം മരിച്ചാലും അവൻ ആത്മാവിൽ മരണമുള്ളവനായി തീരുന്നില്ല, അവൻ ജീവിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ വേണം നമ്മൾ പിന്നെ മറ്റൊരു വീഡിയോ ചെയ്യാം. ഞാനിവിടെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയേണ്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മാതാവായിക്കൊള്ളട്ടെ, വിശുദ്ധന്മാരായിക്കൊള്ളട്ടെ, ഇവരൊക്കെയും നമുക്ക് വേണ്ടി മധ്യസ്ഥരാണ്. കർത്താവായ യേശുമിശിഹായുടെ സന്നിധിയിലുള്ള നമ്മുടെ മധ്യസ്ഥര്, പിതാവിനും മനുഷ്യർക്കും ഇടയിലല്ല, പുത്രനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥരായിട്ടാണ് ഇവരെയൊക്കെ നമ്മൾ കാണുന്നത്. ആ പരസ്പരം പ്രാർത്ഥിക്കുന്ന അനുഭവമാണ് നമുക്കുള്ളത്. വിശുദ്ധന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭയിലെ അംഗമാണ് നമ്മൾ. അതായത് സജീവമായി നിൽക്കുന്ന, വാങ്ങിപ്പോയവരും സജീവമായി നിൽക്കുന്ന, ജഡപ്രകാരം ജീവിച്ചിരിക്കുന്നവരും ഇനി ജനിക്കാനിരിക്കുന്നവരും ചേരുന്ന ഒരു വലിയ സംവിധാനം ഉള്ള ഒരു അവസ്ഥയിലാണ് സഭ എന്ന് പറയുന്നത്. ആ സഭയിൽ അംഗങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അല്ലാണ്ട് ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലാക്കാണ്ട് അതിനെ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലേക്ക് പോകരുത്. പിന്നെ ഒരാൾ എനിക്ക് അയച്ച ഒരു വോയിസ് മെസ്സേജിനകത്ത് ഇങ്ങനെ ചോദിച്ചു, പിതാവും പുത്രനും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പുള്ളിയോട് ആരാണ്ട് അങ്ങനെ തൃത്വത്വം എന്ന് പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു. പരിശുദ്ധ റൂഹായിക്ക് ആളത്തമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല, ഇന്ന രീതിയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് അച്ഛനൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. പല ആളുകൾക്ക് അത്ര സംശയങ്ങളുണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞു, പരിശുദ്ധ തൃത്വത്തെ മാനുഷികമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ കുറച്ചും കൂടെ മനസ്സിലാകുന്ന അവസ്ഥ ഞാൻ പറയാം. വെള്ളത്തിന് 3 അവസ്ഥയുണ്ട്. ജലത്തിൻ്റെ അവസ്ഥയുണ്ട്, നീരാവിയുണ്ട്, ഐസുണ്ട്. മനുഷ്യന് 3 അവസ്ഥയുണ്ട്. ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഋതുവും അങ്ങനെ 3 ഗ്നൂമാകളാണ്. ഈ 3 ഗ്നൂമാകൾ ഒരേ സമയം ഒന്നും ഒരേ സമയം 3ഉമാണ്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കത്ര എളുപ്പമല്ല. ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ജഡത്തിൽ തന്നെ ആത്മാവും ദേഹിയും ഉള്ളപ്പോഴാണ് അവൻ ജീവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് പറയും. പക്ഷേ ദൈവത്തിന് അവൻ്റെ സ്ഥായിയായ ഭാവത്തെ വിടാതെ സ്വയം ശൂന്യനാക്കാനും അവനെ ഈ പറഞ്ഞ പോലെ 3 അവസ്ഥയിലാക്കാനും കഴിയും. 3 അവസ്ഥയ്ക്കും ആളത്തങ്ങളുണ്ട്. ആളത്തമില്ലെങ്കിൽ രൂപം എടുക്കാൻ കഴിയില്ല. ആളത്തമില്ലെങ്കിൽ വ്യക്തിത്വം ഉണ്ടാവില്ല. അപ്പം പരിശുദ്ധ റൂഹായിക്ക് വ്യക്തിത്വമില്ല എന്ന് പറയുന്ന ആളുകൾ പുതിയ ഒരു സമൂഹത്തിലുണ്ടാകുന്നുണ്ട്. അവർ പല കാരണങ്ങൾ പറയുമ്പോഴും തിരിച്ചു ചോദിക്കുക, രൂപമെടുക്കണമെങ്കിൽ ആളത്തം വേണം. നമ്മുടെ കർത്താവായ യേശുമിശിഹാ മാമോദീസ മുങ്ങിയതിന് ശേഷം കയറിയപ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധ റൂഹ പ്രാപുരൂപത്തിൽ ആവസിച്ചു, പറന്നിറങ്ങി ആവസിച്ചിരുന്നു. ഇനി സ്ലീഹന്മാരുടെ മേൽ തീനാമ്പെന്ന പോൽ, പിളർന്ന തീനാമ്പെന്ന പോൽ ആ നാവുകളുടെ രൂപത്തിൽ അവിടെ പറന്നു. ഇതെല്ലാം രൂപം എടുക്കണമെങ്കിൽ ആളത്തം വേണം. അപ്പോൾ പരിശുദ്ധ റൂഹായിക്ക് ആളത്തമുണ്ട്.
പിതാവിന് ആളത്വമുണ്ട്, പുത്രന് ആളത്വമുണ്ട്, പരിശുദ്ധ ആളത്വമുണ്ട്. ഈ 3 ഗ്നോമാകളും ഒന്നൊന്നിനേക്കാൾ വലുതോ ഒന്നൊന്നിനേക്കാൾ ചെറുതോ അല്ല എന്ന് നമ്മുടെ പെന്തിക്കോസ്തി പെരുന്നാളിലെ പ്രാർത്ഥനയ്ക്കകത്തുണ്ട്. പെന്തിക്കോസ്തി പെരുന്നാളിലെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ ഉള്ളൂ മുട്ടുകുത്തലിൻ്റെ 3 ക്രമങ്ങളിൽ പിതാവിനോട് സെപ്പറേറ്റ് പ്രാർത്ഥന, പുത്രനോട് സെപ്പറേറ്റ് പ്രാർത്ഥന, പരിശുദ്ധ സെപ്പറേറ്റ് പ്രാർത്ഥനയുള്ളൂ. ബാക്കിയെല്ലാം പിതാവാം ദൈവമായി നിനക്കും നിൻ്റെ ഏകപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായ്ക്കും നിൻ്റെ പരിശുദ്ധ റൂഹായ്ക്കുമെന്നും, പുത്രനോടാണെങ്കിൽ പുത്രൻ തമ്പുരാനെ നിനക്കും നിൻ്റെ പിതാവിനും ജീവനുള്ള പരിശുദ്ധ റൂഹായിക്കും എന്ന് പറയുന്നു. ബാക്കിയെല്ലാം സംയുക്തമായി തൃത്വമായി സ്തുതിക്കുകയും ഏകമായി ആരാധിക്കുകയാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയെ വെച്ചിട്ടാണ് ഈ 3 ക്രമങ്ങളോടും 3 ആയിട്ട് തിരിച്ച് പ്രാർത്ഥന നടത്തുന്നത് എന്ന കാര്യം ഓർക്കുക. ഇനി ആ വ്യക്തി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മാതാവിനെ യേശു ക്രിസ്തു സ്ത്രീയെ എന്ന് വിളിച്ചത് ആ മാതാവുമായിട്ട് പുത്രന് ബന്ധം ഒന്നുമില്ല എന്ന് കാണിക്കാനുണ്ട് അല്ല സഹോദര. അതറിയണമെങ്കിൽ വിശുദ്ധ വചനം വായിക്കുമ്പോൾ അതിനകത്തൊരു വാക്യമുണ്ട്, ഇതിൽ നിങ്ങൾ അന്വേഷിപ്പീൻ, ഇണയില്ലാത്ത ഒരു വചനവുമില്ല. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചതിൻ്റെ ഉത്തരം അറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് തപ്പണം. അവിടെ അതിനകത്ത് കൃത്യമായിട്ട് ദൈവം പറയുന്നുണ്ട്, സ്ത്രീക്കും നിനക്കും സ്ത്രീയുടെ സന്തതിക്കും നിനക്കും തമ്മിൽ ഞാൻ ശത്രുത വയ്ക്കും. സ്ത്രീയുടെ സന്തതി നിൻ്റെ തലമേൽ മർദ്ദിക്കും, നീ അവൻ്റെ പാദങ്ങളെ വ്രണപ്പെടുത്തുമെന്ന് പിശാചിനോട് പറയുന്നുണ്ട്. ഒരു യുദ്ധപ്രഖ്യാപനമാണ്. യേശു ക്രിസ്തുവിൻ്റെ പരിശുശ്രൂഷ പിശാചിനോടുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടം പരസ്യമായിട്ട് ആരംഭിക്കുമ്പോൾ അവൻ ആ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ ആ വാർക്കോഡ് അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് ഒരു യുദ്ധപ്രഖ്യാപനം നമ്മുടെ ഭാരതത്തിൽ നിന്ന് പാകിസ്ഥാനെതിരെ ഉണ്ടായിട്ടുണ്ട്. അത് നിർത്തിയിട്ടില്ലെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. താൽക്കാലികമായ വെടിനിർത്തലേ ഉണ്ടായിട്ടുള്ളൂ, നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ പിശാചിനോടുള്ള പോരാട്ടത്തിൻ്റെ വാർക്കോഡായിരുന്നു സ്ത്രീയുടെ സന്തതി എന്നത്. ആ സ്ത്രീയുടെ സന്തതി ഞാനാകുന്നു എന്ന് യേശുക്രിസ്തു പരസ്യമായി വെളിപ്പെടുത്തുകയാണ്. പരിശുശ്രൂഷ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കർത്താവ് നടത്തിയത്. അവിടെ ഒരു യുദ്ധം പരസ്യമായിട്ട് പിന്നെ ശുശ്രൂഷ ആരംഭിക്കുകയാണ് കർത്താവ് അവിടം തൊട്ട് പിന്നെ അങ്ങോട്ട്. ആ പരിശുശ്രൂഷയിലെ അവസാനം കർത്താവായ യേശു മിശിഹ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ ഏദൻ തോട്ടത്തിൽ പറഞ്ഞ ആ വാക്ക് അവിടെ പൂർത്തീകരിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സകലതും നിവൃത്തിയായി. എന്ത് നിവൃത്തിയായെന്നാണ് പറഞ്ഞത്? ഏദൻ തോട്ടത്തിൽ പിശാചിനെതിരെ പോരാട്ടത്തിനായി സ്ത്രീയുടെ സന്തതി വരുമെന്നും അവൻ പോരാടുമെന്നും പിശാചിൻ്റെ ശിരസ് മർദ്ദിക്കുമെന്നും പിശാചിൻ്റെ ദംഷ്ടകൾ ആ പല്ലുകൾ കൊണ്ട് അവൻ്റെ പാദങ്ങളിൽ വ്രണമേക്കുമെന്നും ഉള്ളതായ ആ വചനം ഇവിടെ നിവൃത്തിയായി. അതിനാൽ മനുഷ്യന് രക്ഷയുണ്ടായി. ഇതാണ് ആ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ. ഇതാണ് മാതാവിനോട് കർത്താവ് സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ അവിടെ പറഞ്ഞത് ഏത് തോട്ടത്തിൽ പറഞ്ഞ യുദ്ധപ്രഖ്യാപനമാണ്. വീണ്ടും മാതാവിനെ കുരിശിൽ കിടന്നുകൊണ്ട് സ്ത്രീ എന്ന് വിളിക്കുമ്പോൾ ഏത് തോട്ടത്തിൽ പറഞ്ഞ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ അവസാനം, പോരാട്ടത്തിനൊരു അവസാനമുണ്ടല്ലോ, പോരാട്ടത്തിൻ്റെ അവസാനമാണ്. അതിന് അവിടെ എന്ത് പറഞ്ഞു അതിവിടെ സംഭവിച്ചു. പിശാചിൻ്റെ ശിരസിന്മേൽ മർദ്ദിച്ചു, പിശാചിൻ്റെ ദംഷ്ടകൾ കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങളിൽ വ്രണമേറ്റു. കുരിശ കിടക്കുമ്പോൾ പാദത്തിൽ ആണി അടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെയാണ് ആ വചനത്തിൻ്റെ പൊരുൾ തിരിയുന്നത്. മാതാവിന് മറ്റ് മക്കളുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വചന ശുശ്രൂഷയ്ക്കകത്ത് പറഞ്ഞതിൽ പലതും തെറ്റേണ്ടി വരും. എസെക്കിയേൽ പ്രവാചകൻ്റെ പ്രവചനം തെറ്റേണ്ടി വരും. മാതാവിന് മറ്റ് മക്കളുണ്ടായിരുന്നുവെങ്കിൽ ആ മക്കളോട് മാതാവിനോ കർത്താവിനോ താല്പര്യമോ സ്നേഹമോ ഇല്ലായിരുന്നു എന്ന് നാം വിശ്വസിക്കേണ്ടി വരും. കാരണം യോഹന്നാൻ സ്നാപകനെയാണ് യോഹന്നാനായ തൻ്റെ ശിഷ്യനെയാണ്, താൻ ഏറ്റവും പ്രിയം വെച്ച തൻ്റെ ശിഷ്യനെയാണ് കർത്താവായ യേശു മിശിഹ തൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നത്. ഇനി സാങ്കേതിക അർത്ഥത്തിൽ വാദത്തിന് വേണ്ടി പറയാം, ആ സമയത്ത് മറ്റ് സഹോദരങ്ങളോ ഒന്നും അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് അവർ പേടിച്ച് ഓടി ഒളിച്ചു പോയതുകൊണ്ടുമാണ് യോഹന്നാൻ ഏൽപ്പിക്കേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ വീട്ടിൽ കൊണ്ട് വിട്ടേക്കാനേ പറയുള്ളൂ. അവൻ അന്നു മുതൽ അവളെ തൻ്റെ മാതാവായ ഭവനത്തിൽ ചേർത്ത് കൊണ്ടുവന്ന് പറയുമ്പോൾ മറ്റാരും സംരക്ഷിക്കാനില്ല. മറ്റ് മക്കളുണ്ടായിരുന്നെങ്കിൽ അവർ കൊണ്ടുപോയില്ലായിരുന്നു. ആരെങ്കിലും ഒരാൾക്ക് സ്നേഹം ഉണ്ടാവില്ലായിരുന്നു. ഇനി ആർക്കെങ്കിലും സ്നേഹം ഇല്ലെങ്കിൽ തന്നെ അപ്പോൾ അവിടെ തന്നെ. അതുകൊണ്ടാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പ്രവചനം, കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ദൈവത്തിൻ്റെ ആത്മാപ്രവേശ വാതിൽ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ദൂതൊന്ന് വായിച്ചാൽ അവിടെ അതിന് ഉത്തരവുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വരികയും നീ ഒരു പുത്രനെ പ്രസവിക്കുകയും അവൻ യേശു എന്ന് പേരിടണമെന്ന് പറയുകയും ചെയ്യുന്നു. യോസേഫ് പിതാവിനോട് സ്വപ്ന ദർശനത്തിൽ പറഞ്ഞ എന്താണ്? ആ പരിശുദ്ധാത്മാവിനാണ് ഗർഭം ധരിച്ചു. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ഈ വചനത്തിൻ്റെ ശക്തിയും ഉത്തരവും നമുക്ക് കിട്ടുന്ന. മാതാവിൻ്റെ വിശുദ്ധിയും അവളുടെ കന്യാത്വത്തിൻ്റെ പാഷാണ്ഡതകൾക്കാർ ചോദ്യം ചെയ്യുന്നതിനെ ഗണ്ണിക്കാനുള്ള വചനവും നമുക്ക് കിട്ടുന്നത്. പിന്നെ മറ്റൊരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കകത്തല്ല, മാതാവിനെക്കുറിച്ച് നമ്മുടെ സഭ എന്തെല്ലാം കാണുന്നുണ്ടെന്ന് നമുക്കറിയാമോ? ഞാനതിനെക്കുറിച്ച് നമ്മുടെ പെരുമ്പള്ളി തിരുമേനി എഴുതിയ ഒരു പുസ്തകത്തിനകത്ത് 50 അപേക്ഷകളുണ്ട്. ഈ 50 അപേക്ഷകൾക്കകത്ത് പരിശുദ്ധാത്മഭരിതനായ എസ്കേൽ ദീർഘദർശി അത്യുന്നതൻ്റെ വാഹനമായി ആരെ ദർശിച്ചുവോ ആ മാതാവെന്ന് പറഞ്ഞത്. സീനായ് മലയിൽ വെച്ച് മൂശ ദീർഘദർശി എരുതിയിൽ എരിയാത്ത മുൾമരമായി കണ്ടത് മാതാവിനെക്കുറിച്ചാണെന്ന് പറയുന്നുണ്ട്. സ്വർഗത്തിലേക്ക് കരയേറ്റുന്ന ഗോവുണിയായി ഗോത്രപിതാവായി യാക്കോബ് കണ്ടത് മാതാവിനെക്കുറിച്ചാണെന്ന് പറയുന്നുണ്ട്. സ്വർഗസ്വനായ പിതാവിൻ്റെ തിരുവചനമായി മാലാകമാർ തലവൻ സവിനയം ആരെ അറിയിച്ചുവോ ആ ദാവീദ് വംശജയായ മാതാവെ എന്ന് വിളിക്കുന്നുണ്ട്. മനുഷ്യ കൈകൾ കൊണ്ട് വെട്ടിയെടുക്കാത്തപ്പെട്ട എന്ന് ദീർഘദർശി ആരെക്കുറിച്ച് പറഞ്ഞു? അത് മാതാവിനെക്കുറിച്ച് പറഞ്ഞു എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പെരുമ്പള്ളി തിരുമേനി ആ പ്രാർത്ഥനകൾക്കകത്തൊക്കെ ആ മധ്യസ്ഥ പ്രാർത്ഥന, ആ മാതാവിനുള്ള പ്രാർത്ഥന എങ്ങനെയാണെന്നുള്ളത് പറയാം. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയല്ല. കുഞ്ഞാട് അത്ഭുതകരമായി പുറപ്പെട്ടു വന്ന മരവും ജീവൻ്റെ നീരുറവ പുറപ്പെട്ട തീക്കൽ പാറയും ആയിട്ട് മാതാവിനെ സാദൃശ്യപ്പെടുത്തുന്നു. പഴയ നിയമകാലത്ത് നശ്വരമായ മന്നയ്ക്ക് പകരം മരണത്തെ അകറ്റുന്ന ജീവൻ്റെ മന്ന, ജീവൻ്റെ അപ്പം, സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ അർത്ഥങ്ങളൂടെ കണക്ക് കൂട്ടുമ്പോൾ കിട്ടുന്ന വാക്കാണ് ആ മന്ന സൂക്ഷിക്കപ്പെട്ട പെട്ടകം. ലോകത്തിൻ്റെ വിനാശകരമായ പാപപൂർണവുമായ മഹാദാഹം പരിഹരിക്കത്തക്ക സ്വർഗീയ നന്മകളാകുന്ന മഹത്വമേറിയ മഞ്ഞുനുള്ളി കാണപ്പെട്ടു എന്ന ഗിദയോൻ്റെ രോമക്കെട്ട്. ഇതൊക്കെ പഴയ നിയമത്തിനകത്തുള്ള കേട്ടോ. തുറക്കപ്പെടാത്ത വാതിൽ എന്ന ദീർഘദർശി, അതാ ഞാൻ മുമ്പ് പറഞ്ഞ എസ്കേൽ ദീർഘദർശി പറഞ്ഞ ആ വാക്ക്. ദീർഘദർശി ആരെ ഊന്നിപ്പറഞ്ഞുവോ ആ കന്യകമാരിൽ കന്യയായ മാതാവേ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവേശിച്ച വാതിൽ എന്നേക്കുമായി അടയ്ക്കപ്പെട്ടു എന്നുള്ളത്. ഇങ്ങനെ 50ഓളം അപേക്ഷകളുണ്ട്. പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തങ്ങളെ നിറവേറ്റിയതോളം ഉപമകളെ സാക്ഷാത്കരിച്ചോളുമായി എന്ന് പറയാണ്ട് കാരണം എന്നാ, അവർ ദൃഷ്ടാന്തങ്ങളും ഉപമകളുമായിട്ടും പ്രവചനങ്ങളുമായിട്ട് പറഞ്ഞ് എല്ലാം നിവർത്തിച്ചു. യെശയ്യാ പ്രവചനം 7:14 കന്യ ഗർഭം ധരിച്ചു മകനെ പ്രസവിക്കും എന്നുള്ള വാക്ക് നിവർത്തിതമായത് മാതാവിന്. അപ്പോൾ മാതാവിന് സഭ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് യേശുക്രിസ്തുവിൻ്റെ മേളിലല്ല, പിതാവാൻ ദൈവത്തിൻ്റെയോ പരിശുദ്ധ മേളിലല്ല. കാരണം ദൈവത്തിൻ്റെ മഹത്വം ദൈവം മറ്റാർക്കും കൊടുത്തിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് മധ്യസ്ഥത വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഞാനും വെറുതെ ഇരിക്കുമ്പോൾ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചൊല്ലാറുണ്ട്. യോസേഫ് പിതാവിനോട് മധ്യസ്ഥ ചോദിക്കാറുണ്ട്, ഗ്യൂറീസായോട് മധ്യസ്ഥ ചോദിക്കാറുണ്ട്. വിശുദ്ധന്മാരുടെ എനിക്കറിയാവുന്ന വിശുദ്ധന്മാരായിട്ടുള്ളവരോടും സകല വിശുദ്ധന്മാരെയും വിളിച്ച് മധ്യസ്ഥ ചോദിക്കാറുണ്ട്. പക്ഷേ ആ മധ്യസ്ഥയൊക്കെ അവരോട് തീർക്കുകയല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, തൊട്ടടുത്ത് പറയും കർത്താവേ നിൻ്റെ മാതാവിൻ്റെയും നിൻ്റെ നിബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും പിതാക്കന്മാരുടെയും മധ്യസ്ഥ മുഖാന്തരം എന്നോട് എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അതാണ് മധ്യസ്ഥ. അല്ലാണ്ട് അവരോട് ചോദിച്ചു അവിടെ തീർന്നു. ബാക്കി കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് അവർ വേണേൽ കൊണ്ട് കൊടുത്തിട്ട് സൗകര്യം പോലെ നമുക്ക് മേടിച്ച് തരട്ടെ എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ കർത്താവുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് അകന്നു പോകും. ഇവിടെയാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ ഉണ്ടാവുന്ന വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ചോദ്യമാണ്. ക്രിസ്ത്യാനിയെ കണ്ടെത്തുമെന്നല്ല. ക്രിസ്ത്യാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമധേയത്തിലുള്ള ക്രിസ്ത്യാനികളെ കണ്ടെത്തുമെന്നോ സഭകളെ കണ്ടെത്തുമെന്നോ ഒന്നും കർത്താവ് ചോദിച്ചില്ല. കർത്താവ് വെച്ചാൽ വിശ്വാസം കണ്ടെത്തുമെന്ന്. ആരിലുള്ള വിശ്വാസം? അവൻ വിശ്വസിക്കുക. കർത്താവിൻ്റെ വചനം വളരെ ശ്രദ്ധയോടെ ഓർക്കുക. അവനെ കർത്താവ് പറഞ്ഞു, കർത്താവിനേക്കാൾ അധികമായി ആരെ സ്നേഹിക്കുന്നവനും അവന് കൊള്ളാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിനേക്കാൾ അധികമായി നീ മറ്റൊരാളെ സ്നേഹിക്കണ്ട. നീ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. എല്ലാ വലിയ നോമ്പിലും 40 ദിവസം കൊണ്ട് നമുക്ക് ഈ വിശുദ്ധ വേദപുസ്തകം മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റും. ഇട ദിവസം വായിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും പഴയ നിയമവും സങ്കീർത്തനങ്ങളും അതുപോലെ തന്നെ പുതിയ നിയമവും ലേഖനങ്ങളും വായിച്ചു പോകുന്നത് നല്ലതായിരിക്കും. 2 നേരമായിട്ട് വായിച്ചാൽ പുതിയ നിയമവും സങ്കീർത്തനങ്ങളും പുതിയ നിയമവും ലേഖനങ്ങളും രാവിലെ വായിച്ചാൽ വൈകിട്ട്
പഴയ നിയമവും സങ്കീർത്തനങ്ങളും വായിക്കാം. അങ്ങനെ വായിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഓർഡറായിട്ട് ഉൽപ്പത്തി മുതൽ വെളിപാട് പുസ്തകം വരെ എല്ലാ വലിയ നോമ്പിലും ഒന്ന് വായിച്ചു. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി നല്ല അനുഭവങ്ങളുണ്ടാകും. ഞാൻ എല്ലാ വലിയ നോമ്പിലും ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ 40 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 50 ദിവസം കൊണ്ട് ഇരുന്ന് വായിച്ച് ഓരോന്നും എനിക്ക് നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്തു ഒക്കെ എഴുതി വെക്കും. അതുപോലെ തന്നെ അല്ലാത്ത ദിവസങ്ങളിൽ ഈ 2 അധ്യായം ഇങ്ങനെ വായിക്കും. അങ്ങനെയും വായിച്ചിട്ട് നമുക്ക് തരേണ്ടത് കർത്താവിനോട് ചോദിച്ച് നമ്മൾ വാങ്ങിക്കുകയും ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തിൽ നിന്ന് ആന്തരികമായ അർത്ഥങ്ങളെ ഗ്രഹിക്കുക. പാമ്പിനെ പോലെ നീ ബുദ്ധിയുള്ളവനും പ്രാവിനെ പോലെ നിഷ്കളങ്കനുമായിരിക്കും. എന്താണ് പാമ്പിനെ പോലെ ബുദ്ധി? ഏദൻ തോട്ടത്തിൽ ഹവ്വായെ വഞ്ചിക്കാൻ പാമ്പ് കാണിച്ച ബുദ്ധി നിനക്ക് വേണം, പിശാച് കാണിച്ച ബുദ്ധി നീ. പക്ഷെ അതെങ്ങനെ വേണം? അതാണ് അതിൻ്റെ ട്വിസ്റ്റ്. അത് പ്രാവ് രൂപത്തിൽ. ഏത് പ്രാവ് രൂപത്തിൽ? നമ്മുടെ കർത്താവായ യേശുമിശിഹ ജ്ഞാനസ്നാനം കഴിഞ്ഞ് കയറി വന്നപ്പോൾ അവൻ്റെ മേൽ പറന്നാവസിച്ച പരിശുദ്ധാത്മാവാകുന്ന, അല്ലെങ്കിൽ ആ പ്രാവ് രൂപത്തിൽ കാണപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധിയോടുകൂടിയുള്ള ബുദ്ധിയായിരിക്കണം. അപ്പം നീ കറക്റ്റായി. അപ്പം ഈ പാഷാണ്ഡതകളിലും ഇതുപോലുള്ള കൊട്ടിഘോഷങ്ങളിലും ഒന്നും ചെന്ന് ചാടാതെ നിനക്ക് കഴിയും. ആരാധന വേറെ, പ്രാർത്ഥന വേറെ, ഭക്തി വേറെ, വിശ്വാസം വേറെ. നീ ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത്. അവിടെ എല്ലാ ആരാധനകളും ഞങ്ങൾക്ക് വേണ്ടി എന്ന ബഹുവചനം ഉപയോഗിക്കുന്നത്. ഞാനെന്ന് പറയുന്നൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, അവിടെ കൂടി വന്നിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, സകലർക്കും വേണ്ടിയിട്ടാണ് അവിടെ പ്രാർത്ഥന നടക്കുന്നത്. അത് ആരാധന. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കർത്താവ് എൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് കർത്താവിനോട് സംസാരിക്കുന്നു. നിൻ്റെ കർത്താവായ ദൈവം നിനക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമസ്ഥനായി മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഇന്ന് കുറച്ച് സാധനം മേടിക്കാൻ ചെല്ലുന്നു. അവിടുന്ന് സാധനം മേടിക്കുന്നു, ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു, കൊടുക്കുന്നു, പോരുന്നു. അതിൻ്റെ ഉടമസ്ഥനോടോ അവിടുത്തെ ജോലിക്കാരോടോ നമുക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. പല ആളുകളും ദൈവാലയത്തിൽ വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അതിനൊരു വഴിപാട് നേരും, അത് നടത്തും. ദൈവമായിട്ട് ബന്ധമില്ല. പക്ഷേ ദൈവം നിൻ്റെ സ്നേഹിതനായിരിക്കണം. അബ്രഹാമിന് ദൈവം സ്നേഹിതനായിരുന്നു. നിൻ്റെ സഹോദരനായിരിക്കണം. ശിഷ്യന്മാരായ സ്ത്രീയന്മാർക്ക് കർത്താവ് സഹോദരനായിരുന്നു. നിൻ്റെ സുഹൃത്തായിരിക്കണം. അവൻ അനേക ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും അവൻ്റെ പിന്നാലെ വന്നവരും ആയിട്ടുള്ളവരോട് സുഹൃത്തുക്കളായിരുന്നു. അവൻ നിനക്ക് പിതാവുമായിരിക്കണം. നിൻ്റെ സ്നേഹിതനായിരിക്കണം, നിൻ്റെ സഹോദരനായിരിക്കണം, നിൻ്റെ സുഹൃത്തായിരിക്കണം. അങ്ങനെ എല്ലാ തരത്തിലും നിനക്ക് അവനോട് സംസർഗം ചെയ്യാൻ കഴിയണം. അപ്പം നിനക്ക് ദൈവത്തോട് പരിഭവം പറയാം, സങ്കടം പറയാം, സന്തോഷം പറയാം, നന്ദി പറയാം, സ്നേഹം പ്രകടിപ്പിക്കാം. അതാണ് ദൈവവുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധം നിനക്ക് വേണമെങ്കിൽ നീ അങ്ങനെ ഉണ്ടാകുമ്പോൾ നീ സത്യത്തെ അറിയും. സത്യം ആരാണ്? യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ അറിയുമ്പോൾ നിന്നെ അവൻ സ്വതന്ത്രനാക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അന്നേരം ഇത്തരം ഉള്ള കൂട്ടായ്മകളുടെ അടിമകളായിട്ട്, ഇത്തരമുള്ള വിവേകബുദ്ധിയില്ലാത്ത പഠിപ്പിക്കലുകളുടെ അടിമകളായിട്ട് ഭയപ്പെടുത്തി കൂടെ നിർത്തുന്ന അനുഭവത്തിൽ ചെന്ന് ചാടിയിട്ട് നിനക്ക് ബുദ്ധിഭ്രമം പിടിച്ചവനെ കൂട്ടായിത്തീരുന്ന അനുഭവങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുന്നതിനും ഒക്കെ നിനക്ക് അവസരമുണ്ടാകും. നീ വചനം അറിയുക, വിശുദ്ധ ആരാധനകളെക്കുറിച്ച് അറിയുക, ഉദാശകളെക്കുറിച്ച് അറിയുക, സഭയുടെ പഠിപ്പിക്കലുകളെക്കുറിച്ച് അറിയുക. അങ്ങനെ അറിയുമ്പോൾ അവൻ നിന്നോടുണ്ട്. അല്ല, കർത്താവിൻ്റെ ശരീരവും രക്തവും ഞാൻ ഇന്നും പറയുന്നു, ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും ഉള്ളതാണ്, വെച്ചാരാധിക്കാനില്ല. ഒന്ന് ഓർക്കുക, കർത്താവിൻ്റെ ശരീരമെന്ന് പറഞ്ഞുകൊണ്ട് കുർബാന എടുത്തു വെച്ച് ആരാധിക്കുമ്പോൾ അതിൽ കർത്താവിൻ്റെ രക്തത്തിൻ്റെ അംശമായി ഒരു രൂപമായിട്ട് വീഞ്ഞിൽ നിന്ന് മുക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് പൊടിഞ്ഞു, അതിങ്ങനെ പോവും. അപ്പോൾ അതില്ലാതെയാണ് വെക്കുന്നതെങ്കിലോ അത് ഭാഷാണ്ഡതയാണ്, വിശ്വാസവിരുദ്ധമാണ്, വേദവിരീതമാണ്, നമ്മുടെ വിശ്വാസത്തിന് ചേരാത്തതുമാണ്. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ അതില്ല. അതുകൊണ്ടാണ് ഞാനതിനെ നമ്മുടെ സഭയിലെ മത്യൂസ് മോർ തിമോത്തിയോസ് തിരുമേനി ചെയ്തപ്പോഴും അതിന് മോർ ഫീനക്സിനോസ് സക്രിയാസ് തിരുമേനി ചെയ്താലും ആര് ചെയ്താലും ഞാൻ അതിനെ എതിര് പറയും. ഇത് വിശ്വാസമല്ല. വിശ്വാസികളെ അടിമകളാക്കുന്ന ചിന്താധാരയിലൂടെ അവർ കൊണ്ടെത്തിക്കുകയാണ്. അവരറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ. അത് തെറ്റാണ്, നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ ഇല്ല.
ഇവർക്ക് ഈ വിശ്വാസം കിട്ടിയത് ഇവരെ ഇപ്പോഴൊന്നും ഉണ്ടാക്കിയവരല്ല. ഇവരൊരു 3-4 പേരുണ്ടായിരുന്നു, ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അവരെല്ലാം കൂടെ എറണാകുളം ബേസ് ചെയ്തിട്ട് ഒരു കന്യാസ്ത്രീ നടത്തുന്ന ഒരു പ്രതിമയും അതിൻ്റെ പുറത്തൊരു ഗോളവും, ഇത് മർക്കോസ് കൂർലോസ് തിരുമേനി പറഞ്ഞ് എനിക്കറിയാവുന്നൊരു കാര്യമാണ്. അതിൽ ചെന്ന് ചാടിയിട്ട് പത്രം വായിക്കുകയില്ല, ആരുടെയെങ്കിലും പേര് അന്യദൈവങ്ങളുടെ പേരുകളോട് ചേർത്തിട്ടുണ്ട്, ആ പേര് വിളിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു ഓരോരോ ഗൂഢമായ ഒരു അന്ധവിശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെ പോയവരാണ് എന്ന് കൂർലോസ് തിരുമേനി അന്ന് പറയുകയും അവരെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള അതല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സഹായിക്കുക. അത് നമ്മളെ സഹായിക്കുന്നവരെ മാത്രമല്ല, അല്ലാത്തവരെയും സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ തെറ്റുകൂടാതെ പാലിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ വിശ്വാസം. ഈ വിശ്വാസം പാലിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.